ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും ഇനിയെങ്കിലും ഇന്ന് ഈ വീഡിയോ തൊട്ടെങ്കിലും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമ്മൾ LDCയുടെ ഒരു സീരീസ് ആയിട്ട് വീഡിയോ ചെയ്തു പോവാണ്. ഈ വീഡിയോ തൊട്ടാണെങ്കിലും പഠനം ആരംഭിക്കുക. അത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുവാണ്. ഈ LDC പരീക്ഷയുടെ സിലബസിലെ 6 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ബയോളജിയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്ക്. അതിലെല്ലാ PSC പരീക്ഷയ്ക്കും 100% ഒരു ചോദ്യം വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗം. അതിനകത്താണ് ഇപ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, മസ്തിഷ്കം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബുള്ളറ്റ് പോയിന്റുകൾ പോലെ കണ്ടന്റ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം മാത്സിലെ ഒരു സ്പെസിഫിക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ചർച്ച ചെയ്യുന്നു. എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതും ഇന്ന് നിങ്ങൾ പഠിച്ചു തീർക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ചോ നമ്മുടെ കോഴ്സിലെ കണ്ടന്റ് വെച്ചോ നിങ്ങൾ പഠിച്ചു തീർക്കുക. അത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചു പോവുക. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും ഇന്ന് തൊട്ട് ഈ ഒരു വീഡിയോ തൊട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക. പക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഈ LDC നിങ്ങൾ നേടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. മസ്തിഷ്കം അഥവാ ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മളെന്ന വ്യക്തി സത്യത്തിൽ ബ്രെയിനാണ്. അപ്പോൾ ആ ബ്രെയിനെ പറ്റി നിങ്ങൾ PSC പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത്. മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാലും മസ്തിഷ്കം തന്നെയാണ്. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം, നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം എന്നൊക്കെ ചോദിച്ചാലും ഉത്തരം മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സാണ്. ബ്രെയിനിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം എത്ര, അപ്രോക്സിമേറ്റ് പ്രായം എത്ര എന്ന് ചോദിച്ചാൽ 8 വയസ്സാണെന്ന് ഓർത്തിരിക്കുക. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മത്തിന് പറയുന്ന പേര് സ്കാൾപ്പ് എന്നാണ്. അതുപോലെ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം. 2 പോയിന്റുകൾ പറഞ്ഞു. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മമാണ് സ്കാൾപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം. മറ്റോട്ടോടെ പറയാം. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മമാണ്, ഒരു ചർമ്മമാണ് സ്കാൾപ്പ് എന്ന് പറയുന്നത്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം. കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. ക്രേനിയോളജി എന്നത് കപാലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രേനിയത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപ്പാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. ഓർക്കുക, തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപ്പാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപ്പാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവത്തിന് പറയുന്ന പേര് സെറിബ്രോസ്പൈനൽ ദ്രവം അഥവാ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നാണ്. മെനിഞ്ചസിനുള്ളിലാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നത്. ഓർക്കുക, മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. തലച്ചോറിനുള്ളിലും പുറത്തും കാണപ്പെടുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. തലച്ചോറിനുള്ളിലും പുറത്തും കാണപ്പെടുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൽ കാണപ്പെടുന്ന രക്തകോശം ശ്വേതരക്താണുക്കളാണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൽ കാണപ്പെടുന്ന രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ ശ്വേതരക്താണുക്കൾ. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൽ കാണപ്പെടുന്ന രക്തകോശം ശ്വേതരക്തകോശമാണ്. ശ്വേതരക്താണുക്കളാണ് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ്. ഇനി മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ, ഈ പ്രധാന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന എല്ലാ പോയിന്റുകളും പക്കായിട്ട് പഠിച്ചു പോകണം. ഇതിൽ നിന്നാണ് മിക്ക PSC പരീക്ഷകളിലും ചോദ്യം വരുന്നത്. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഈ 5 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. 5 ഭാഗങ്ങളെന്ന് പറയുന്നത് സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ആദ്യം സെറിബ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഈ സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഓർക്കുക, സെറിബ്രമാണ്. വളരെയധികം പ്രധാനപ്പെട്ട പോയിന്റാണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം.
ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗവും സെറിബ്രമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാലും സെറിബ്രമാണ്. സെൻസ് ഓർഗനുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടെക്സ് എന്നും ആന്തരഭാഗം മെഡുല എന്നും പറയുന്നു. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം എക്സ്റ്റേണൽ കോർട്ടെക്സും ഇൻറ്റേർണൽ മെഡുലയും. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടെക്സ് എന്നും ആന്തരഭാഗം മെഡുല എന്നും പറയുന്നു. സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡികലയാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല ഏതെന്ന് ചോദിച്ചാൽ കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ ഇടത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയാണ്. സെറിബ്രത്തിൻ്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെയാണ്. ഓർക്കുക, സെറിബ്രത്തിൻ്റെ ഇടത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് അത് ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയാണ്. സെറിബ്രത്തിൻ്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെയാണെന്നും മനസ്സിലാക്കിയിരിക്കുക. തലയ്ക്ക് ക്ഷതമേറ്റ ആളുടെ സംസാരശേഷി തകരാറിലാകാൻ കാരണം സെറിബ്രത്തിന് കേടുപറ്റുന്നത് മൂലമാണ്. തലയ്ക്ക് ക്ഷതമേറ്റ ഒരാൾക്ക് സംസാരശേഷി നഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തകരാറിലായിട്ടുണ്ടെങ്കിൽ സെറിബ്രത്തിന് കേടുപറ്റിയത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗം ഏത് എന്നപ്പോൾ ചോദിച്ചാൽ ബ്രോക്കാസ് ഏരിയ എന്നൊരു ടേം നിങ്ങൾ ഓർത്തിരിക്കണം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്കസ് ഏരിയ. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിലേക്ക് തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം വെർണിക്കസ് ഏരിയ ആണ്. നിങ്ങളിപ്പോൾ നാരങ്ങ അച്ചാർ ഓർത്തേ അല്ലെങ്കിൽ ആ പേര് ഞാനിപ്പോൾ നാരങ്ങ അച്ചാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു സംഭവം വന്നില്ലേ? സെറിബ്രത്തിൻ്റെ വെർണിക്കസ് ഏരിയ സെറ്റിഫൈ ചെയ്യുന്നതുകൊണ്ടാണെന്ന് നിങ്ങൾ ഓർത്താൽ മതി. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്കസ് ഏരിയ. അടുത്തത് സെറിബെല്ലം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഏറ്റവും വലുത് സെറിബ്രമാണ്, രണ്ടാമത്തെ വലുത് സെറിബെല്ലം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലുത് സെറിബെല്ലമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഈ സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാലും സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നു. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഇതെല്ലാം സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്ന് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. ഓർക്കുക, ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാലും സെറിബെല്ലമാണ്. സെറിബെല്ലത്തിന് മദ്യം ബാധിച്ചാൽ പിന്നെ ബെല്ലടിച്ചാൽ പോലും കേൾക്കുമല്ല, കിളി പോയി നിൽക്കുന്നൊക്കെ ഓർത്താൽ മതി. സെറിബെല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റയാണ്. വോളണ്ടറി ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ഒക്കെയാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. അപ്പം മെഡുല ഒബ്ലാങ്കേറ്റയെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു.
ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേട്ടയാണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം മെഡുല ഒബ്ലാങ്കേട്ടയാണ്. നമ്മൾ പറഞ്ഞു അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം എന്നല്ലേ. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ സ്പന്ദനമൊക്കെ നിയന്ത്രിക്കുന്നത്? അല്ല, ഓട്ടോമാറ്റിക്കലാണ്, ഇൻവോളണ്ടറി ആണ്. അപ്പോൾ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം മെഡുല ഒബ്ലാങ്കേട്ടയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ ഭാഗം തന്നെയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും മെഡുല ഒബ്ലാങ്കേട്ട. നിങ്ങൾ ഓർത്താൽ മതി, അനൈച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ മെഡുല ഒബ്ലാങ്കേട്ടയാണ്. മെഡുല ഒബ്ലാങ്കേട്ടയിൽ ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുമെന്ന് ഓർത്തണം. അപ്പോൾ തലയുടെ പുറകിലൊന്നും ആരും പോയി അടിച്ചേക്കില്ലേ. അടുത്തത് തലാമസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന മസ്തിഷ്കഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് തൊട്ട് താഴെ തലാമസ് കാണപ്പെടുന്നു. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം തലാമസ് ആണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം തലാമസ് ആണ്. തലവേദന എടുത്തിട്ട് മേല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വേദന സംഹാരി കഴിക്കുമെന്ന് ഓർത്തേ. വേദന, തലാമസ്. അപ്പോൾ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം തലാമസ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം തലാമസ് ആണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം തലാമസ് ആണ്. ഓർക്കുക, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം തലാമസ് ആണ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നതും തലാമസ് ആണ്. ഉറങ്ങുമ്പോൾ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നും ഉള്ള ആവേഗങ്ങളുടെ പുനർപ്രസരണ കേന്ദ്രം എന്ന് പറയുന്നതും തലാമസ് ആണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിനുള്ളിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനർപ്രസരണ കേന്ദ്രം തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനർപ്രസരണ കേന്ദ്രം തലാമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സെൻറ്റർ എന്ന് തലാമസ് അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ റിലേ സെൻറ്റർ എന്ന് തലാമസ് അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ റിലേ സെൻറ്റർ. അടുത്തത് ഹൈപ്പോതലാമസ്. ഉത്തരം വരുന്ന കുറച്ച് പോയിന്റുകളുണ്ട് പ്രധാനപ്പെട്ടവ. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്കഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം. ഇതൊക്കെ ഹൈപ്പോതലാമസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഭാഗം. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം. ഇതൊക്കെ ഹൈപ്പോതലാമസ് ആണെന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാം. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്നു. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നു. ഇതിലൊക്കെയായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസ് ആണ്. ഇനി തലച്ചോറിൻ്റെ ഭാരവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. സ്പേം വെയിലിൻ്റെ ഭാരം 7800 ഗ്രാമാണ്. സ്പേം വെയിലിൻ്റെ തലച്ചോറിൻ്റെ ഭാരം 7800 ഗ്രാം. ആനയുടെ തലച്ചോറിൻ്റെ ഭാഗം 5000 ഗ്രാം. ഡോൾഫിൻ്റെ 1700 ഗ്രാം. സ്പേം വെയിലാണെങ്കിൽ 7800, ആന 5000, ഡോൾഫിൻ 1700. സ്പേം വെയിൽ 7800, ആന 5000, ഡോൾഫിൻ 1700. മനുഷ്യൻ്റെ 1400 ഗ്രാമാണ് ഭാരം. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഭാരം 1400 ഗ്രാം. പശുവിൻ്റെ 500 ഗ്രാം. ചിമ്പാൻസിയുടെ 420. പശു 500, ചിമ്പാൻസി 420. പശു 500, ചിമ്പാൻസി 420. നായയുടെ 72 ഗ്രാം. പൂച്ചയുടെ 30 ഗ്രാം. നായയുടെ തലച്ചോറിൻ്റെ ഭാരം 72 ഗ്രാം. പൂച്ചയുടെ 30 ഗ്രാം. മൂങ്ങയുടെ തലച്ചോറിൻ്റെ ഭാരം 2.2 ഗ്രാമാണ്. മൂങ്ങയുടെ തലച്ചോറിൻ്റെ ഭാരം 2.2 ഗ്രാം. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പേം വെയിലാണ്. കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആനയാണ്. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ സ്പേം വെയിലാണ്. കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആനയാണെന്നും ഓർത്തിരിക്കുക.
ഇനി സുഷുമ്നയുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിച്ചിരിക്കണം. മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണുന്ന ഭാഗമാണ് സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന. മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ടാണ് സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന കാണുന്നത്. സുഷുമ്നയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാഡികൾ 31 ജോഡിയാണ്. സുഷുമ്നയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാഡികൾ 31 ജോഡി. ഓർത്തിരിക്കുക, സുഷുമ്നയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാഡികൾ 31 ജോഡി. സുഷുമ്നയുടെ നീളമെന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്ററാണ്. സുഷുമ്നയുടെ നീളം 45 സെൻറ്റിമീറ്റർ. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ് എന്നോർത്തിരിക്കുക. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. നവജാത ശിശുവിൻ്റെ സുഷുമ്ന നട്ടെല്ലിൻ്റെ താഴെ അറ്റം വരെ നീണ്ടു കിടക്കുന്നു. എന്നാൽ മുതിർന്നവരിൽ നട്ടെല്ലിന് മധ്യഭാഗം വരെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. നട്ടെല്ല് വളരുന്നതനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല. നവജാത ശിശുവിൻ്റെ ഉണ്ടായ ഉടനെയുള്ള ശിശുവിൻ്റെ സുഷുമ്ന നട്ടെല്ലിൻ്റെ താഴെ അറ്റം വരെ നീണ്ടു കിടക്കും. എന്നാൽ മുതിർന്നവരിൽ നട്ടെല്ലിന് മധ്യഭാഗം വരെ സുഷുമ്ന കാണപ്പെടുന്നുള്ളൂ. നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല എന്നും അറിഞ്ഞിരിക്കുക. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് സംവഹനം ചെയ്യുന്നത് സുഷുമ്നയാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് സുഷുമ്ന സംവേദനം ചെയ്യുന്നു. സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. അപ്പോൾ ഓർക്കുക, പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെ. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്. ഓർക്കുക, റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. നമ്മളിപ്പം തീയുടെ മുകളിൽ കൈവച്ചാൽ പെട്ടെന്ന് പൈവെള്ളം വലിക്കത്തില്ലേ, അതൊക്കെ ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. അപ്പോൾ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് അറിഞ്ഞിരിക്കുക. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത റിഫ്ലക്സ് ആർക്ക്. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് ആണ് സെറിബ്രൽ റിഫ്ലക്സ്. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് ആണ് സെറിബ്രൽ റിഫ്ലക്സ്. ഓർക്കുക, സെറിബ്രൽ റിഫ്ലക്സ് സെറിബ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലക്സ് ആണ്. കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലക്സ് ആണെന്ന് ഓർക്കുക. കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലക്സ് ആണ്. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ അഥവാ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. നട്ടെല്ലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. നട്ടെല്ലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. അപ്പോൾ സ്വതന്ത്ര നാഡീവ്യവസ്ഥ, സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും നാഡികളുടെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയെയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. ഭയമുണ്ടാകുമ്പോൾ ഉത്തേജിക്കപ്പെടുന്ന നാഡീവ്യവസ്ഥ ഏതെന്ന് ചോദിച്ചാലും സിമ്പതറ്റിക് വ്യവസ്ഥയാണ്. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്നാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്നാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്നും അറിഞ്ഞിരിക്കുക. ഇനി നാഡീ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളോട് നമ്മൾ അറിഞ്ഞിരിക്കണം. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന രോഗമാണ് അപസ്മാരം അഥവാ എപ്പിലെപ്സി. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന രോഗമാണ്
അപസ്മാരം അഥവാ എപ്പിലെപ്സി. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൾഷിമേഴ്സ് ആണ്. നമ്മുടെ ഓർമ്മ പോകുമല്ലോ, അൾഷിമേഴ്സ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൾഷിമേഴ്സ് ആണ്. അൾഷിമേഴ്സ് രോഗത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ശരീരത്തിൽ അലുമിനിയത്തിൻ്റെ അധിക സാന്നിധ്യമാണ്. ശരീരത്തിൽ അലുമിനിയത്തിൻ്റെ അധിക സാന്നിധ്യം മൂലം അൾഷിമേഴ്സ് ഉണ്ടാകുന്നു. അൾഷിമേഴ്സിൻ്റെ ഒരു പ്രധാന കാരണം ശരീരത്തിൻ്റെ അലുമിനിയത്തിൻ്റെ സാന്നിധ്യമാണ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. മസ്തിഷ്കത്തിലെ നാഡീകലകൾ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് ഡിസീസ് പ്രധാനപ്പെട്ടതാണ്. തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകുന്നത്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം സംഭവിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് പാർക്കിൻസൺസ് രോഗം. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നതും പാർക്കിൻസൺസ് രോഗമാണ്. ഷേക്കിംഗ് പാൾസി പാർക്കിൻസൺസ് ഡിസീസ്. തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം പാർക്കിൻസൺസ് രോഗമുണ്ടാകുന്നു. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം സംഭവിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് പാർക്കിൻസൺസ് രോഗം. ഷേക്കിംഗ് പാൾസി എന്നും പാർക്കിൻസൺസ് അറിയപ്പെടുന്നു. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം അതിലൂടെ രക്തം പ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്ക് ബ്രെയിനിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ ബ്ലഡ് വെസൽസിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം ബ്ലഡ് വെസൽസിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം അതിലൂടെ രക്തം പ്രവാഹം തടസ്സപ്പെടുന്നു. ഈ ഒരു അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. അപ്പോൾ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടിയാൽ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജുമാണ്. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജുമാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസാണ് പോളിയോമൈലറ്റിസ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പോളിയോമൈലറ്റിസ് എന്ന് അറിഞ്ഞിരിക്കുക. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുകയോ പ്രതികരണശേഷി ഇല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം അഥവാ പാരാലിസിസ്. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുകയോ പ്രതികരണശേഷി ഇല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം അഥവാ പാരാലിസിസ്. പേവിഷബാധ ബാധിക്കുന്ന നാഡീവ്യൂഹമാണ് കേന്ദ്ര നാഡീവ്യൂഹം. പേവിഷബാധ ബാധിക്കുന്ന നാഡീവ്യൂഹം സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യൂഹം. മസ്തിഷ്കത്തിലെ സ്ഥലപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കൾ വൈറസ്, ബാക്ടീരിയ, പരാതങ്ങൾ, ഫംഗസ് എന്നിവയൊക്കെയാണ്. വൈറസ്, ബാക്ടീരിയ, പരാതങ്ങൾ, ഫംഗസ് ഇവയൊക്കെ മൂലം മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം. മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധനയാണ് CSF പരിശോധന, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ടെസ്റ്റ്. മെനിഞ്ചൈറ്റിസ് രോഗത്തിന് ഉള്ള പരിശോധനയാണ് CSF പരിശോധന, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ടെസ്റ്റ്. ഓർക്കുക, മെനിഞ്ചൈറ്റിസിനുള്ള പരിശോധനയാണ്, രോഗനിർണയത്തിനുള്ള പരിശോധനയാണ് CSF പരിശോധന. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോപഗ്നോസിയ എന്നത് മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാത്ത അവസ്ഥയാണ്. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് പ്രോസോപഗ്നോസിയ. ഓക്കെ, ഇനി കുറച്ച് സ്കാനിൻ്റെ ഒക്കെ പേരുകൾ പറയും, അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ് CT സ്കാൻ, MRI സ്കാൻ, EEG. നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ് CT സ്കാൻ, MRI സ്കാൻ, EEG. കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാനാണ് CT സ്കാൻ. CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡ് ആണ് CT സ്കാൻ കണ്ടുപിടിച്ചത്. MRI സ്കാനാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ് MRI സ്കാൻ. അത് കണ്ടുപിടിച്ചത് റെയ്മണ്ട് ഡമാഡിയനാണ് MRI സ്കാൻ കണ്ടുപിടിച്ചത്. EEG അഥവാ ഇലക്ട്രോ എൻസെഫാലോഗ്രാം കണ്ടുപിടിച്ചത് ഹാൻസ് ബർജറാണ്. PET സ്കാൻ, പോസിട്രോൺ എമിഷൻ ടോപ്പോഗ്രഫി, അത് മസ്തിഷ്ക പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നത്. പോസിട്രോൺ എമിഷൻ ടോപ്പോഗ്രഫി എന്നതാണ് PET സ്കാൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ മസ്തിഷ്കം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്നത് 6 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. ജീവശാസ്ത്രം, അതുപോലെ രസതന്ത്രം, ഭൗതികശാസ്ത്രം എന്നീ 3 ടോപ്പിക്കുകൾ അടങ്ങുന്ന സയൻസ് എന്ന് പറയുന്ന ഭാഗം ടോട്ടൽ ഏകദേശം 12 മാർക്കാണ് വരുന്നത്. കാരണം രസതന്ത്രം, ഭൗതികശാസ്ത്രം 2, 3, 6 മാർക്കാണ്. പിന്നെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 6 മാർക്കാണ്. ടോട്ടൽ 12 മാർക്കാണ് ഈ സയൻസ് ഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഡീപ്പായിട്ട് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളവർ അങ്ങനെ പഠിച്ചോളുക. അല്ലാത്തവർ ക്യാപ്സ്യൂൾ പോലെ ഈ 3 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട PSC ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സും മാത്രം പഠിച്ച് ആ ഒരു കണ്ടൻറ്റ് അങ്ങ് പഠിച്ചു തീർക്കുക. നമ്മുടെ കോഴ്സിൽ ഞാനൊരു 3 PDF ഇട്ടിട്ടുണ്ട്. ഇതുവരെ PSC ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ടും ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ടും അതുപോലെ രസതന്ത്രവുമായി ബന്ധപ്പെട്ടും ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്റ്സും ഉൾപ്പെടുന്ന 3 PDF ബുള്ളറ്റ് പോയിൻറ്റുകൾ പോലെ കോഴ്സ് വാങ്ങിച്ചവർ ഇന്ന് തന്നെ ആ PDF അതിൽ ഒരെണ്ണമെങ്കിലും മിനിമം ഇന്ന് വായിച്ച് തീർക്കുക. ഒരു PDF ഏകദേശം 20 പേജൊക്കെ വരത്തുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് 1-2 പ്രാവശ്യം അങ്ങ് വായിച്ചാൽ മതി. കുറേ പോയിൻറ്റുകൾ കിട്ടും. പിന്നെ നാളെ റിവൈസ് ചെയ്താൽ മതി. അങ്ങനെ അങ്ങ് പഠിച്ച് പോവുക. അപ്പോൾ ഇന്നും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ആ 3 PDF ഒരു 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് വായിക്കുവാണെങ്കിൽ ആ ഭാഗത്തിലെ ചിലപ്പം നിങ്ങൾക്ക് ഭൂരിഭാഗം മാർക്കും ആ ഒരു PDF നിന്ന് തന്നെ കിട്ടും. അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഇന്ന് തൊട്ടുള്ള അടുത്ത 3 ദിവസത്തിൽ ഓരോ ടോപ്പിക്കും ജീവശാസ്ത്രം ഒരു ദിവസം, ഭൗതികശാസ്ത്രം ഒരു ദിവസം, അതുപോലെ രസതന്ത്രം ഒരു ദിവസം ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും അല്ലെങ്കിൽ സിലബസ് അധിഷ്ഠിതമായ കണ്ടൻറ്റും മുഴുവനും വായിച്ച് പഠിച്ച് തീർക്കുക. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് ക്യാപ്സ്യൂൾ പോലെ കണ്ടൻറ്റ് തീർക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ക്ലോക്കുമായി ബന്ധപ്പെട്ട 1-2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ബേസിക് അതിൻ്റെ ഒരു കോൺസെപ്റ്റും പറയും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ്. ഈ ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം വരും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചാൽ ഉറപ്പായിട്ടും ശരിയാക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ കൂടിയാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കോഴ്സ് നമ്മുടെ കോഴ്സ് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സ് എന്ന് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ, അല്ലെങ്കിൽ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലോക്കിലെ കാര്യങ്ങൾ നോക്കാം. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 5 മിനിറ്റ് കൊണ്ട് തിരിയുന്ന കോണളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. കാണാതെ പഠിക്കാതെയും നമുക്ക് പരീക്ഷാ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതൊരു മത്സര പരീക്ഷയല്ലേ, എത്രയും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മളുടെ മാത്സിലെ സ്കില്ല് കാണിക്കലല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഈ ഒരു കാര്യം, ഈ ഒരു പോയിന്റ് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞില്ലേലും. അപ്പോൾ ഓർക്കുക, ഒരു മിനിറ്റ് സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. ഒരു മിനിറ്റ് സൂചി, ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. കാണാതെ പഠിച്ചോണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ്, ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 5 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എത്രയായിരിക്കും? 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് 6ആണ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് കാണാൻ ഈ 6നെ 5 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 6 × 5 30 ഡിഗ്രി. ഓപ്ഷൻ ബിയിൽ തന്നെ 30 ഡിഗ്രി ഉത്തരം കിടപ്പുണ്ട്. അതാണ് ശരി ഉത്തരം. അപ്പോൾ ഓർക്കുക, ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 6 × 5 30 ഡിഗ്രിയാണ്. ഇവിടെ കാണാതെ പഠിക്കേണ്ട ഈ ഒരു പോയിൻ്റാണ്. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. ഓക്കെ, പരീക്ഷാ സമയത്ത് ഞാൻ ഈ എഴുതിയ ഇത്രയും സമയം പോലും എടുക്കണ്ട, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ, പിന്നെ അത് ആ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 5 സെക്കൻഡ് കൂടെ, അത്രയും സമയം കൊണ്ട് തന്നെ മാക്സിമം 10 അല്ലെങ്കിൽ 15 സെക്കൻഡ് കൊണ്ട് ഈ ഉത്തരം മാർക്ക് ചെയ്തിരിക്കണം. ആ രീതിയിൽ നിങ്ങൾ പരീക്ഷ എഴുതി പോകണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് 2. ക്ലോക്കിലെ മണിക്കൂർ സൂചി, ക്ലോക്കിലെ മണിക്കൂർ സൂചിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ക്ലോക്കിലെ മണിക്കൂർ സൂചി 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവെത്താൻ മിനിറ്റ് സൂചിക്ക് എത്ര സമയം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയുമായി ബന്ധപ്പെട്ട് മിനിറ്റ് സൂചിയുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. ക്ലോക്കിലെ മണിക്കൂർ സൂചി 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് അതെത്രയാണോ അതെത്താൻ വേണ്ടി ഒരു മിനിറ്റ് സൂചിക്ക് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരുപാട് കാര്യങ്ങൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തൊക്കെ വേറെ രീതിയിലൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഒരു തിയറട്ടിക്കലായിട്ട് എന്താണ് സംഭവം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതെല്ലാമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അത് മൊത്തം പറഞ്ഞു കഴിഞ്ഞ് കാര്യവും പറഞ്ഞു കഴിയുമ്പോൾ സംഭവം നിങ്ങൾക്ക് സെറ്റാണ്. എങ്ങനെ ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്ലോക്കിലെ സമയം എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 12 മണിയാണ്. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 12 എത്തുമ്പോഴാണ് 12 മണി സമയമാവുന്നത് അല്ലേ? 12 മണിയാണ് സമയം. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി
1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? നമ്മൾ മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞു 6 ഡിഗ്രിയാണ് ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി അഥവാ ഹവർ ഹാൻഡ് 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എത്രയായിരിക്കും? അത് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാം, പക്ഷെ നമ്മൾ ആ കണക്കിലേക്കൊന്നും പോകുന്നില്ല. അതെന്ന് പറഞ്ഞ് കാണാതെ പഠിക്കുക. 1/2 ഡിഗ്രി ആയിരിക്കും ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 1/2 ഡിഗ്രിയാണ്. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 1/2 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എത്രയായിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന മിനിറ്റ് സൂചി കറങ്ങി ഇവിടെ വന്ന് വീണ്ടും ഈ 12ലേക്ക് എത്തുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എത്രയായിരിക്കും? അത് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഇവിടുന്ന് കറങ്ങി ഇത്രയും വീണ്ടും ഇവിടെ ഈ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി എത്താൻ വേണ്ടി എടുക്കുന്നത് 360 ഡിഗ്രി അല്ലേ? കാരണം വൃത്തത്തിൻ്റെ മൊത്തം 360 ആണല്ലോ. സോ ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 മണിക്കൂർ കൊണ്ട് ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി എന്തോരമാണ് നീങ്ങുന്നത്? ഇത്രയും മാത്രമേ നീങ്ങത്തുള്ളൂ. 12 മണിന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ 1 മണിയാവും. ഇത്രയും മാത്രമേ നീങ്ങത്തുള്ളൂ. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് വെറും 30 ഡിഗ്രി മാത്രമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന കോണളവ് 30 ഡിഗ്രിയാണ്. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? ക്ലോക്കിലെ മണിക്കൂർ സൂചി 4 മണിക്കൂർ സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ്. ഇവിടെ 1 മണിക്കൂർ 30 ഡിഗ്രിയാണെന്നുണ്ട്. ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് 30 ഡിഗ്രിയാണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണളവ് എത്രയായിരിക്കും? 30ൻ്റെ അടുത്ത ഇരട്ടിയാണ്. ഒന്ന് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 60 ഡിഗ്രിയാണ്. 2 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന കോണളവ് 60 ഡിഗ്രിയാണ്. ഇനി 3 മണിക്കൂർ ചോദിച്ചാൽ ഒരു 30 രൂപ കൂട്ടി 90 ഡിഗ്രിയാണ്. 4 മണിക്കൂർ ചോദിച്ചാൽ 3 കാണാതെ നമുക്ക് ഡയറക്റ്റ് 4ലേക്ക് എത്താമല്ലോ. 2 മണിക്കൂർ 60 ഡിഗ്രി ആണെങ്കിൽ 2ൻ്റെ ഇരട്ടിയാണല്ലോ 4. ഇവിടെ 2ൻ്റെ ഇരട്ടി കണ്ടു 4. അപ്പോൾ 60ൻ്റെ ഇരട്ടി 120 ഡിഗ്രിയാണ്. 4 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. സിമ്പിളായിട്ട് ക്ലോക്കിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പം 12 മണിക്ക് മണിക്കൂർ സൂചി നിൽക്കുന്നത് 12ലാണ്. 1 മണിയാകുമ്പം മണിക്കൂർ സൂചി ദേ 1ലേക്ക് എത്തും. 2 മണിയാകുമ്പം ഈ മണിക്കൂർ സൂചി 2ലേക്ക് എത്തും. 3 മണിയാകുമ്പം 3ലേക്ക് എത്തും. 4 മണിക്കൂർ കഴിയുമ്പം 4ലേക്ക് എത്തും. സോ 1 മണിക്കൂർ കഴിയുമ്പോൾ 1ലേക്ക് എത്തും. 2 മണിക്കൂർ കഴിയുമ്പോൾ 2ലേക്ക് എത്തും. 3 മണിക്കൂർ കഴിയുമ്പം 3ലേക്ക് എത്തും. 4 മണിക്കൂർ കഴിയുമ്പോൾ 4ലേക്ക് എത്തും. 1 മണിക്കൂർ കഴിയുമ്പോൾ മണിക്കൂർ സൂചി ഒരു 5 മിനിറ്റ് അല്ലേ നീങ്ങുന്നത്. ഇത്രയും നീങ്ങുമ്പോൾ എത്രയാണ് കോണളവ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയും ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഇവിടം തൊട്ട് ഇത്രയും ഭാഗം മാത്രം എടുത്താലും ഇവിടെ ഒരു 30 ഡിഗ്രി ഉണ്ട്. ടോട്ടൽ 2 മണിക്കൂർ കഴിയുമ്പോൾ 60 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്. വീണ്ടും ഈ 2 തൊട്ട് 3 വരെയുള്ള ഭാഗത്ത് ഒരു 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇവിടം തൊട്ട് നോക്കുവാണെങ്കിൽ 30, 60, 90 ഡിഗ്രിയാണ്. 4 മണിക്കൂർ ഇവിടുന്ന് വീണ്ടും ഈ 3 തൊട്ട് 4 വരെ ഒരു 30 ഡിഗ്രി ഉണ്ട്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ 30, 60, 30, 90, 30, 120 ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലോക്ക് വെച്ച് എത്താം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാതെ പഠിക്കുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഈ എഴുതിയേക്കുന്ന സംഭവങ്ങൾ 1 മണിക്കൂറിൻ്റെയും 1 മിനിറ്റിൻ്റെയൊക്കെ. അപ്പോൾ 120 ഡിഗ്രിയാണ് ടോട്ടൽ മൂവ് ചെയ്യുന്നത്. ഇത്രയും 4 വരെ എത്താൻ വേണ്ടി മണിക്കൂർ സൂചി 4 മണിക്കൂർ കൊണ്ട് 120 ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഈ 4 എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് 4 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ 120 ഡിഗ്രിയാണ് 4 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി എത്തിയിരിക്കുന്നത്. 120 ഡിഗ്രി അല്ലെങ്കിൽ 20 മിനിറ്റിന് തുല്യമായിട്ടുള്ള ദൂരം. ഈ 120 ഡിഗ്രി എന്ന് പറയുന്നത് 20 മിനിറ്റിന് തുല്യമായിട്ടുള്ള ദൂരമല്ലേ? കാരണം മണിക്കൂർ സൂചി ഇവിടെ നിന്ന് ഇവിടം വരെയാണ് വന്നേക്കുന്നത്. സോ 20 മിനിറ്റിന് തുല്യമായിട്ടുള്ള ദൂരമാണ് വന്നേക്കുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ് കോണളവ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റിൽ എത്രയാണ് കോണളവ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കണ്ടാൽ പോലെ. ചോദ്യത്തിൽ അതല്ലേ ചോദിച്ചേക്കുന്നത്. മണിക്കൂർ സൂചി 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ്. 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി സഞ്ചരിക്കാൻ മണിക്കൂർ സൂചി മൂവ് ചെയ്ത ദൂരം എന്ന് പറയുന്നത് ഈ 4 വരെയുള്ള ദൂരമാണെന്ന് വെച്ചാൽ 20 മിനിറ്റാണ് മൂവ് ചെയ്തത്. അപ്പോൾ 20 മിനിറ്റ് മൂവ് ചെയ്യാൻ മിനിറ്റ് സൂചിക്ക് എത്ര നേരം വേണം? മിനിറ്റ് സൂചിക്ക് 1 മിനിറ്റ് മൂവ് ചെയ്യാൻ 6 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് മൂവ് ചെയ്യാൻ എത്ര നേരം വേണം? എത്ര ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്? 20 മിനിറ്റ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നത് 6 × 20. 20 × 6
20 ഗുണം 6 എത്രയാണ്? 120. 120ആണ്. സോ 120 ഡിഗ്രി ആണ് 4 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി ക്രിയേറ്റ് ചെയ്ത്. ആ ദൂരം 4 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി ക്രിയേറ്റ് ചെയ്ത് 120 ഡിഗ്രി ഉണ്ടാക്കാൻ മിനിറ്റ് സൂചിക്ക് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 20 മിനിറ്റാണ് ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത്. ക്ലോക്കിലെ മണിക്കൂർ സൂചി 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് എത്താൻ മിനിറ്റ് സൂചിക്ക് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 20 മിനിറ്റ് ആണ് എന്ന് നമ്മൾ ഇവിടെ കണ്ടെത്തി. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ പല രീതിയിൽ ചോദ്യം വന്നാലും ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലാക്കിയാൽ ഫുൾ മാർക്കും നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചി 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവെത്താൻ മിനിറ്റ് സൂചിക്ക് ഈ ഒരു ഇത് പ്രകാരം നമ്മൾ കണ്ടെത്തിയത് ഓപ്ഷൻ ഡിയിൽ കിടക്കുന്ന 20 മിനിറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ ചോദ്യത്തിൽ പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പല ചോദ്യങ്ങളിലും ഉത്തരം എഴുതാം. സമയം 3 മണി, കോണളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെച്ചാൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയൊക്കെ തമ്മിലുള്ള കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. 3 മണി എന്താണ് എന്ന് നമുക്ക് ഏകദേശം അറിയാമല്ലോ. 3 മണി എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മൾ നേരത്തെ പടത്തിലുണ്ടായിരുന്ന 3 മണി ഇല്ല, നേരത്തെ പടത്തിലൊന്നും ഇല്ല. 3 മണി. ഓക്കെ, സമയം 3 മണി, കോണളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഇനി ക്ലോക്കൊക്കെ വരച്ച് ആ 3 മണിക്ക് എത്രയായിരിക്കും ഏകദേശം ഒന്നും കണ്ടെത്താൻ പോകാതെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നിങ്ങൾക്കറിയാം ബേസിക്കായിട്ട് എന്തായിരിക്കും 3 മണിക്കുള്ള കോണളവ് എന്ന്. പക്ഷേ ഇതുപോലുള്ള ചോദ്യം വരുമ്പോൾ ഒരു സിംഗിൾ ഇത്ര ക്ലോക്ക്, ഒരു ക്ലോക്കിൽ h മണിയാകുമ്പോൾ എന്നുള്ള രീതിയിൽ ഒറ്റ മണിയുടെ ഒരു ഇത് 3 മണി 4 മണി 5 മണി അങ്ങനെയൊക്കെ തരുമ്പോൾ ഒരു ഇത് മാത്രം, ഒരു സ്പെസിഫിക് നമ്പർ മാത്രം തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ ഈ 30 കൊണ്ട് ഗുണിച്ചാൽ മതി കോണളവ് കാണാൻ. ഒരു ക്ലോക്കിൽ 3 മണി കോണളവ് എത്ര, അല്ലെങ്കിൽ ഒരു ക്ലോക്കിൽ 5 മണി കോണളവ് എത്ര, എങ്ങനെ ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ കോണളവ് എത്ര എന്ന് ചോദിച്ചാൽ ഇത്ര മണിയാകുമ്പോൾ കോണളവ് എത്ര എന്ന് ചോദിക്കുമ്പോൾ ആ നമ്പറിനെ 30 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് കോണളവ് കിട്ടും. എന്ന് വെച്ചാൽ ഒരു ക്ലോക്കിൽ h മണിയാകുമ്പോൾ, ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചോണം, നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. ഒരു ക്ലോക്കിൽ h മണിയാകുമ്പോൾ കോണളവ് കാണുക എന്ന് പറയുന്നത് 30 ഗുണം h ചെയ്താൽ മതി. 30 ഗുണം h. ഒരു ക്ലോക്കിൽ h മണിയാകുമ്പോൾ കോണളവ് എന്ന് പറയുന്നത് 30 ഗുണം h ആയിരിക്കും. ഒരു ക്ലോക്കിൽ h മണിയാകുമ്പോൾ കോണളവ് എന്ന് പറയുന്നത് 30 ഗുണം h ആയിരിക്കും. ഇവിടെ സമയം 3 മണിയാണ്. അങ്ങനെയാണെങ്കിൽ കോണളവ് എത്രയാണ്? 30 ഗുണം 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പോൾ ഓർക്കേണ്ടത് ഒരു ക്ലോക്കിൽ h മണിയാകുമ്പോൾ കോണളവ് എന്ന് പറയുന്നത് 30 ഗുണം h ആയിരിക്കും. ഒരു ക്ലോക്കിൽ h മണിയാകുമ്പോൾ കോണളവ് എന്ന് പറയുന്നത് 30 ഗുണം h ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഇനി പഠിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ഭൗതികശാസ്ത്രം എന്നീ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് PS ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് ആ കണ്ടൻറ്റ് അങ്ങ് തീർക്കുക. അല്ലെങ്കിൽ സിലബസ് അധിഷ്ഠിതമായിട്ട് ഉള്ള കണ്ടൻറ്റ് ഈ 3 ദിവസം കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വായിച്ച് ക്യാപ്സ്യൂൾ പോലെ കണ്ടൻറ്റ് പഠിച്ചു തീർക്കുക. ആ കൂട്ടത്തിൽ ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാക്സിമം അങ്ങ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കോഴ്സ് വാങ്ങിച്ചവർക്ക് കോഴ്സിൽ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതങ്ങ് പക്കായിട്ട് പഠിച്ച് സെറ്റായാൽ മതി കോഴ്സിലെ കണ്ടൻറ്റ്. അല്ലാത്തവർ നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് വെച്ച് അതങ്ങ് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.